വൻ സാമ്പത്തിക ബാധ്യത പുതിയ സർക്കാരിന്മേൽ അടിച്ചേൽപ്പിച്ചിട്ടാണ് LDF സർക്കാർ ഭരണം വിട്ടത് എന്നാണ് ഇന്ന് നിയമസഭയിൽ വെച്ച ധവളപത്രത്തിൽ പറയുന്നത്. 48,733 കോടിയുടെ കുടിശ്ശിക മാത്രം ഉണ്ട് എന്നും എങ്ങനെ വിശദീകരിക്കും? പല രൂപത്തിലുള്ള നുണപ്രചരണം നടത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ വസ്തുതകൾക്ക് നിരക്കാത്ത നുണപ്രചരണം നടത്തി. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. കേരളത്തിൽ 6 ലക്ഷം കോടി കടമാണ് കേരളത്തിന് എന്നതായിരുന്നു നിരന്തരമായി അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ധവളപത്രത്തിലെ കണക്ക് പ്രകാരം 5.07 ലക്ഷം കോടി എന്നാണ്. അതായത് ഏകദേശം 1 ലക്ഷം കോടി അദ്ദേഹം പറഞ്ഞ കണക്കിൽ നിന്ന് തന്നെ കുറയുന്ന സാഹചര്യം ഉണ്ടായി. 1000 രൂപ കൊടുത്തവനത് മാറ്റി പറയും. സരുൺകുമാർ, ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയല്ല, ഞങ്ങൾ ഒഴിയുമ്പോൾ 6000 കോടി ഖജനാവിലുണ്ട് എന്നാണ് മുൻ ധനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത്. ദേശാഭിമാനിയിൽ വലിയ വാർത്തയായി തന്നെ അത് വന്നതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് 48,000 കോടി കുടിശ്ശികയാകുന്നത്? ഇവിടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടാണ് 48,000 ശിഷ്ടം കോടി രൂപ തിരിച്ചു കൊടുക്കാനുള്ളതാണെന്ന്. അതല്ല, ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ കടവും തിരിച്ചു കൊടുക്കാനുള്ളതാണ്. നിങ്ങളിപ്പോ 6 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് 5.07 ലക്ഷം കോടിയായിട്ട് കണ്ടെത്തിയല്ലോ. ഞങ്ങൾ പറയുന്നു അത് 4.88 ആണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ അത് എത്ര ആയിക്കോട്ടെ, ആ കടം മുഴുവൻ തിരിച്ചടക്കാനുള്ളതാണ്. അല്ല നിങ്ങളിപ്പോ പറയുന്ന അടിയന്തരമായിട്ട് 21 അല്ലെങ്കിൽ 48 എന്നല്ല. അത് സംസ്ഥാനങ്ങൾ ഓരോ 5 കൊല്ലം കൂടുമ്പോഴും ഗവൺമെന്റ് മാറിയാലും മാറിയില്ലെങ്കിലും ഈ കടം തിരിച്ചടക്കേണ്ടത് തന്നെയാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മെയ് മാസം 1-ാം തീയതി ഓരോ മാസവും കൊടുക്കേണ്ട കുടിശ്ശിക കൊടുക്കേണ്ടി വരും. PWDയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി നടന്നിട്ടുണ്ടെങ്കിൽ ബില്ല് കൊടുക്കേണ്ടി വരും. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് പണിതിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ല്, ആ ബില്ല് ഓഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഓരോ ഘട്ടം നിയമപരമായിട്ടുള്ള ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ കൊടുക്കാനുള്ള പണം കൊടുക്കേണ്ടി വരും. അതൊരു പുതിയ സംഭവമൊന്നല്ല. പക്ഷെ വരുന്ന പണം വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം ഖജനാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡേ ടു ഡേ നടക്കുന്ന പ്രൊസീഡിംഗ്സിന്റെ ഭാഗമാണ്. ഞങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും നുണയുണ്ടോ? 1000 കോടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് 8,450 കോടി അതിൽ ഈ പൊതുവിപണ വായ്പകളാണ്. അതിനുശേഷം കേന്ദ്രത്തിൽ ലഭിച്ച അധിക വിഹിതമായ 4,969 കോടിയാണ്. ഇതെല്ലാമാണ് ഖജനാവിൽ കണ്ടത് എന്നുള്ളത് കൂടി ഈ ധവളപത്രത്തിൽ പറയുന്നു. സത്യമുള്ള മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? അല്ല, ധവളപത്രത്തിൽ അങ്ങനെ പലതും പറയും. ഏതായാലും തീരെ സീറോ ആക്കിയിട്ട് സീറോ ബാലൻസിലോ ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമേ അല്ലല്ലോ, മറിച്ച് ഇത്ര രൂപ ഉണ്ട് എന്ന് റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം കണ്ടെത്തിയതാണ്. അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷമാണ്. അതായത് പൊതുവിപണിയിൽ നടത്ത വായ്പകളാണ്, കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള കേന്ദ്ര വിഹിതമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതനുസരിച്ച് കേന്ദ്ര വിഹിതം വരും, സംസ്ഥാന വിഹിതം വരും, അതുപോലെ തന്നെ ഖജനാവിൽ നിന്ന് പണം പോവുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ ദയനീയ സാഹചര്യമല്ല എന്ന് എനിക്കത് ഓർമ്മയില്ല. അല്ല, അത് പ്രത്യേക ഹെഡ് എടുത്ത് പരിശോധിക്കേണ്ടി വരും. അത് എന്റെ അതിന്റെ ഡീറ്റെയിൽസ് ഇല്ല. ഞാൻ സൂചിപ്പിച്ചത് സംസ്ഥാന ഖജനാവിൽ പണം ഉണ്ട് എന്ന് കേരളത്തിന്റെ മുൻ ധനകാര്യ മന്ത്രി പറഞ്ഞപ്പോൾ ഒപ്പം കേന്ദ്ര വിഹിതവുമായിരുന്നു. ഒരു കൈവതം നാറ്റുകരുത്. ആ ധവളപത്രം പറഞ്ഞോട്ടെ. ഞാൻ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് വേറെ പണമല്ലല്ലോ, സംസ്ഥാനത്ത് നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ വിഹിതമാണ്, സംസ്ഥാനത്തിനുള്ള അലോട്ട്മെന്റ് ആണ്. അതെല്ലാം വരുന്നതാണ് എല്ലാ കാലത്തിലും ഖജനാവിലെ പണം. അല്ലാതെ ഇത് മാത്രം പ്രത്യേകം കേന്ദ്ര വിഹിതമാണല്ലോ എന്നല്ലല്ലോ. എല്ലാ മാസവും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ കേന്ദ്ര വിഹിതവും വരും, സംസ്ഥാന വിഹിതവും വരും, ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ വിഹിതവും വരും. ഇതെല്ലാം ഇതിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു. തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് UDF ആണ്. അവർ തന്നെ ഇപ്പൊ ധവളപത്രം കൊണ്ടുവന്നപ്പോ 6 ലക്ഷം കോടി 5 ലക്ഷം കോടിയായി മാറിയതൊക്കെ നമ്മൾ കണ്ടു. 1.25 ലക്ഷം കോടി സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയുണ്ടെന്ന് പറഞ്ഞത് 48,000 ആയിട്ട് കുറയുന്ന സാഹചര്യം കണ്ടു. ഇതെല്ലാം എന്താണോ അവർ പറഞ്ഞതിന് വിരുദ്ധമാണ്. കുടിശ്ശിക വന്നതായിരുന്നു. അല്ല, ഇത് ധവളപത്രത്തിൽ അവർ കൊടുത്തു തീർക്കേണ്ട കുടിശ്ശികയെ കുറിച്ച് പറഞ്ഞല്ലോ. ഞങ്ങൾ ഓൺ ചെയ്യുന്നത് കേരളത്തിന്റെ മുഴുവൻ കടവും കൊടുത്തു തീർക്കേണ്ടതാണ്. ഞാൻ ആദ്യം കണക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. താങ്കൾക്ക് മനോരമ പത്രത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്ന 3.5 ഇരട്ടിയായി കേരളത്തിന്റെ വരുമാനം കൂടി ഓരോ വർഷത്തെയും കണക്ക് കൊടുത്തു തീർക്കേണ്ട കുടിശ്ശിക 48,000 കോടി ഉണ്ടായിരുന്നു എന്നുള്ളതിനെ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയായിരുന്നില്ല, 6000 കോടി ഉണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ എങ്ങനെ ഇത്രയും കുടിശ്ശിക വന്നു? ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് വ്യക്തമായില്ലേ? അവനത് പറയില്ല. എന്തായാലും ഞാൻ അയച്ചു തന്നതിലേക്ക് ഓൺ ചെയ്യുന്നില്ല. 3.5 ഇരട്ടിയായി കേരളത്തിന്റെ വരുമാനം കഴിഞ്ഞ വർഷങ്ങളിൽ കൂടി എന്ന് പറഞ്ഞത് താങ്കൾ ഓൺ ചെയ്യുന്നില്ല. കാരണം മനോരമയുടെ വാർത്ത തന്നെയാണ്. താങ്കൾക്ക് ഓൺ ചെയ്യാം, ഓൺ ചെയ്യാതിരിക്കാം. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഓരോ 5 വർഷം കൂടുമ്പോഴും കേരളത്തിന്റെ കടം ഇരട്ടിയാകാറുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 100% വർദ്ധിച്ചത്. വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ഈ 5 വർഷത്തെയോ 10 വർഷത്തെയോ അല്ലല്ലോ വൈറ്റ് പേപ്പർ. കേരളത്തിന് 5.07 കോടി കടമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ മുഴുവൻ കടമാണ് മാഡം. അത് മനസ്സിലാക്ക്. അല്ലാതെ പിണറായി സർക്കാരിന്റെ കാലത്തുള്ള കടമല്ല. കേരളം എന്നാണോ രൂപപ്പെട്ടത് ആദ്യ ഘട്ടം മുതൽ, കേരള രൂപീകരണം മുതൽ ഉള്ള കേരളത്തിന്റെ കടമാണ് 5.07 ലക്ഷം കോടി. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ, അല്ലാതെ ഈ 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ ഓരോ 5 വർഷം കൂടുമ്പോഴും കേരളത്തിന്റെ കടം ഇരട്ടിയാകാറുണ്ട് എന്ന് വസ്തുത വെച്ച് പറയുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 100% വർദ്ധിച്ചിരുന്നു. 1,86,454 കോടിയായിരുന്നു കടം.
1,86,454 കോടി. അതെ. അതിപ്പോൾ സാധാരണ 5 5 വർഷത്തെ കണക്ക് പ്രകാരം അത് ഇരട്ടിയായിട്ട് മാറും. 5.07 ലക്ഷം ഏകദേശം 4 കോടിയിൽ. അപ്പൊ ഇതെങ്ങനെയാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ മുതലുള്ള കടമായി കണക്കാക്കാൻ കഴിയുക നമുക്ക്? 2016 അധികാരത്തിൽ വരുമ്പോ 1,86,454 കോടിയാണ്. 5 വർഷം കൊണ്ട് അത് ഏകദേശം 4 ലക്ഷം കോടിയിലേക്ക് എത്തണം 5 വർഷം കൊണ്ട്. പക്ഷെ 59% വർധനമാണ് ഉണ്ടായത്. വർധനമുണ്ടായത് 1,10,447 കോടിയാണ് വർദ്ധിച്ചത്. ശരിക്കും 1,86 × 2 വന്നം. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. പക്ഷേ 1,10,447 കോടി, ശതമാനം നോക്കിയാൽ 59, 60% കൂടി. രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ 3,35,645 ആയിരുന്നു. അത് ഇരട്ടിയാകുക എന്ന് പറഞ്ഞാൽ ഏകദേശം 7 ലക്ഷം കോടിയുടെ അടുത്ത് വരണം. പക്ഷേ 1,53,269 കോടിയാണ് വർദ്ധിച്ചത്. 45.66% വർദ്ധിച്ചത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. അതായത് എല്ലാ 5 വർഷവും 100% വർധനവുണ്ടായിരുന്ന കേരളത്തിൽ അത് ആദ്യ 5 വർഷം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 59%ത്തിലേക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 46%ത്തിലേക്കും ചുരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നേട്ടമായിട്ട് കണക്ക് കൂട്ടുന്നത്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. രാജ്യത്തിന്റെ കടത്തിന്റെ ശതമാനത്തിന്റെ പകുതിയുള്ളൂ. അപ്പൊ നിങ്ങൾ പറയും ജനസംഖ്യ എങ്ങനെയാണ് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനം അങ്ങനെ താരതമ്യം ചെയ്യുക? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ശതമാനം എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ജനസംഖ്യ വെച്ച് ശതമാനമാണ്, അല്ലാതെ കടത്തിന്റെ അളവ് നോക്കിയിട്ടല്ല, ലക്ഷമോ കോടിയോ കണക്ക് വെച്ചിട്ടല്ല. ശതമാനം വെച്ച് നോക്കുമ്പോൾ GDP എത്രയാണ്, GSDP എത്രയാണ്, സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് കടം? ഈ ഇന്ത്യയിൽ കേരളത്തെക്കാൾ 17 സംസ്ഥാനങ്ങൾക്ക് GSDPയും അതുപോലെ കടവും തമ്മിൽ റേഷ്യോ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തെക്കാൾ കൂടുതലാണ്. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. ഇതൊക്കെ വസ്തുതകൾ കൃത്യമായി പകൽവലിച്ച പോലെ നമ്മുടെ മുന്നിലുണ്ട്. ശരിയല്ലേ? 35.8%. ദേശീയ ശരാശരി 29.8%. ശ്രീ അരുൺകുമാർ, രാജ്യത്തിന്റെ ശരാശരി അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ ഇന്ത്യയുടെ 60% എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ അങ്ങേക്ക് പറ്റുമോ? ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ നമുക്കറിയാം, കോവിഡിന്റെയും അതുപോലെ തന്നെ പ്രളയത്തിന്റെയും എല്ലാ കാലത്ത് 39% ഈ കടത്തിന്റെ റേഷ്യോ മാറിയതാണ്. സംസ്ഥാനമായിട്ട് മാറാൻ ഏത് സർക്കാരിന്റെ കാലത്താണ് GSDP 40%-ന് മുകളിൽ കേരളത്തിന്റെ കടമുണ്ടായിരുന്നത്? അത് കോവിഡ് കാലത്ത് എല്ലാ തരത്തിലും തകർച്ച, നെഗറ്റീവ് സാമ്പത്തിക വളർച്ചയിലേക്ക് രാജ്യം പോയപ്പോഴാണ്. ഇതൊന്നും പഠിക്കാതെ നമ്മൾ ഈ ചർച്ചയ്ക്ക് വരുമോ നിഷ? ഏതെങ്കിലും ഞാൻ പറയാത്ത കാര്യം എടുത്തിട്ട് ആക്രമിക്കാനോ നിൽക്കണ്ട. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. കോവിഡ് കാലത്ത് ഏറ്റവും ദുരന്ത സമാനമായ സാഹചര്യം. വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത വികസനവും അല്ലാതെ മറ്റെന്താണ് ഈ വലിയ കടമെടുപ്പിലൂടെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, അതുപോലെ തന്നെ ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പൊ തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ സ്കൂൾ കെട്ടിടങ്ങൾ 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയതുകൊണ്ട്, കൊച്ചിയിലെ ക്യാൻസർ റിസർച്ച് സെന്റർ, ഇപ്പൊ കോഴിക്കോട് പണി ആരംഭിക്കാൻ പോകുന്ന അവയവദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസർച്ച് സെന്റർ അടക്കം, പശ്ചാത്തല വികസന രംഗത്ത് 100 പാലം എന്ന് പറഞ്ഞിട്ട് 200-ലധികം പാലങ്ങൾ, നിരവധി റെയിൽവേ മേൽപ്പാലങ്ങൾ അടക്കം കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്.